റമദാൻ മാസം തന്നെ ഞമ്മക്കുള്ളല്ലോ. ഈ റമദാൻ മാസം ഞമ്മക്ക് മാത്രമാണ് പ്രത്യേകത. മറ്റുള്ള ഉമ്മത്തുകൾക്കൊന്നും റമദാൻ പ്രത്യേക മാസമല്ല. എല്ലാ ഉമ്മത്തുകൾക്കും പ്രത്യേകമായിരുന്നത് മുഹറം 10 മുൻകഴിഞ്ഞ എല്ലാ ഉമ്മത്തുകൾക്കും പ്രാധാന്യമുള്ള ദിവസം മുഹറം 10. മൂസ നബി അലൈഹി ഇസ്ലാമിന് മുഹറം 10 പ്രധാനപ്പെട്ടതാണ്. ഈസാ അലൈഹി ഇസ്ലാമിന് മുഹറം 10 പ്രധാനപ്പെട്ടതാണ്. എല്ലാ ഉമ്മത്തുകളുടെയും പ്രധാനപ്പെട്ട ദിവസം കൊല്ലത്തിൽ ഒരു ദിവസമേ ഉള്ളൂ, മുഹറം 10. കൊല്ലത്തിൽ ഒരു മാസമുണ്ട്, മുഹറം 10 ഏതായാലും ഉണ്ട്. എല്ലാവർക്കും ഉള്ളത് ഞമ്മക്കും ഉണ്ട്. അതിൻ്റെ പുറമെ ബഹുമാനപ്പെട്ട റമദാൻ മാസം ഞമ്മക്ക് പ്രധാനപ്പെട്ടതാണ്. എന്തേ? ഖുർആൻ ഇറങ്ങിയതാണ്. മുഹമ്മദ് നബി ഇല്ലെങ്കിൽ റമദാനും ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെങ്കിൽ വാങ്ങില്ല. മുൻകഴിഞ്ഞ ഉമ്മത്തിന് നിൽക്കാറുണ്ട്, പക്ഷെ അവർക്ക് വാങ്ങില്ല. നമ്മളെന്തേലും കാര്യമായിട്ടുണ്ടായാൽ എന്താ ഇട്ടാ വാങ്ങിക്കൊടുക്കുക, ബേജാറായ എന്താ ഇട്ടാ വാങ്ങിക്കൊടുക്കുക, ചെയ്ത്താൻ വന്നാൽ എന്താ ഇട്ടാ വാങ്ങിക്കൊടുക്കുക. നമ്മളെന്ത് വിഷയത്തിന് കുടുങ്ങിയാലും അപ്പോൾ വാങ്ങ കൊടുക്കുക. അത് ഈ ഉമ്മത്തിൻ്റെ ശക്തിയാണ്. മുൻകഴിഞ്ഞ ഉമ്മത്തുകൾക്ക് വാങ്ങില്ല. നൂഹ് നബി അലൈഹി ഇസ്ലാമിന് നിസ്കാരമുണ്ട്, പക്ഷേ വാങ്ങില്ല. യൂനുസ് നബി അലൈഹി ഇസ്ലാമിന് നിസ്കാരമുണ്ട്, വാങ്ങില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നിസ്കാരം ഉണ്ടായിരുന്നു, വാങ്ങില്ല. ഈ ഉമ്മത്തിന് മാത്രമേ വാങ്ങുള്ളൂ. എന്തേ? മുഹമ്മദ് നബിയുടെ പേര് വിളിച്ചു പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ബിലാലിന് ബാങ്ക് കൊടുക്കാൻ കഴിയാതായത്. ബാങ്ക് അല്ലാഹു അക്ബർ വിളിച്ചു പറയലല്ല, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി വിളിച്ചു പറയലായതുകൊണ്ടാണ് ബിലാൽ ഞാൻ കൊടുക്കൂല പറഞ്ഞത്, എനിക്ക് ഞാൻ കഴിയൂല എന്ന് പറഞ്ഞത്. സയ്യിദനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന് ബാങ്ക് കൊടുക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അത് മുഹമ്മദ് നബിയുടെ പേര് വിളിച്ചു പറയലായത് കൊണ്ടാണ്. അള്ളാൻ്റെ പേര് പറയലാണെങ്കിൽ അള്ളാഹ് ജീവിച്ചിരിപ്പുണ്ടല്ലോ, എന്താ കഴിയാതിരിക്കേണ്ട കാര്യം? അല്ല, ബാങ്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൻ്റെ വിളിച്ചു പറച്ചിലാണ്. അതുകൊണ്ടാണ് സയ്യിദനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്നെക്കൊണ്ട് കഴിയൂല. മൂപ്പര് കൊടുത്തില്ല. കൂഫയിലേക്ക് പോയി അവിടെ പെണ്ണെട്ടി താമസിച്ചു. എന്താ പെണ്ണെട്ടി താമസിക്കുക പറഞ്ഞാൽ ഇനി ഒരു നിലക്കും മടങ്ങി വരൂല, ഞാൻ ഇവിടെ തന്നെ പാർക്കുകയാണെന്ന് തീരുമാനിക്കലാണ് പെണ്ണെട്ടി താമസിക്കൽ. കൂഫക്കാരായ ആളുകൾ സ്വഹാബിയാണല്ലോ ബിലാൽ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അവർ നേതാവാക്കി. ബിലാൽ റളിയല്ലാഹു അൻഹു വഫാത്താക്കുന്ന സമയത്ത് കൂഫക്കാര് മൊത്തത്തിൽ കരഞ്ഞു, എല്ലാവരും കരഞ്ഞു. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹു മാത്രം ചിരിച്ചു. എല്ലാവരും നിലവിളിച്ചപ്പോൾ മൂപ്പര് ചിരിച്ചു. അപ്പോൾ എന്നിട്ട് ഓരോട് പറഞ്ഞു, കൂഫക്കാരോട് പറഞ്ഞു, മനുഷ്യന്മാരെ നിങ്ങൾ എന്തിനാ കരയണത്? ഞാൻ ഇത്രയ കാലം എന്തിൻ്റെ പേരിലാണോ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, എൻ്റെ കരച്ചിൽ ഇന്നത്തോടുകൂടെ അവസാനിപ്പിക്കുകയാണ്. ആരെ കാണാനാണോ ഞാൻ കരഞ്ഞത്, അദ്ദേഹത്തെ ഞാൻ നാളെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞു സയ്യിദുനാ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഈ ശരീഅത്തിലും ഈ ദീനിലും വിശ്വാസം ഉണ്ടാണെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂല വജദ ഹലാവത്തൽ ഈമാനി. ഈമാനിൻ്റെ മാധുര്യം കിട്ടുന്നതാണ് മൻ ഒരാൾക്ക്. 3 കാര്യം കിട്ടിയാലാണ് ഈമാൻ്റെ മധുരം കിട്ടുക എന്നാണ്. ഈമാൻ നല്ല രസമാണ്, പക്ഷെ എല്ലാവർക്കും കിട്ടൂല. ഈമാൻ നല്ല മധുരമുള്ളതാണ്, പക്ഷെ എല്ലാവർക്കും കിട്ടൂല. ഈമാൻ്റെ മധുരമുണ്ടാവണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. 1, മൻ ഒരാൾക്കാണ് കിട്ടുക റളിയ ബില്ലാഹി റബ്ബാ, അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടണം. അള്ളാഹിനെ റബ്ബായിട്ട് അംഗീകരിച്ചാൽ പോരാ, അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടണം. അംഗീകരിക്കലും ഇഷ്ടപ്പെടലും 2ആണ്. അള്ളാഹിനെ റബ്ബായിട്ട് ഇന്നെ നോക്കുന്നവൻ എൻ്റെ റബ്ബാകുന്നു എന്ന് ഒരാൾ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടാൽ എന്താ ഉണ്ടാകുക? ഓ നോക്കണ മാതിരി നോക്കിയാൽ മതിയെന്ന് തോന്നും. ഇല്ലെങ്കിലോ ഞാൻ 5 വക്തും സുബഹി നിസ്കരിച്ച് ദ്വാരന്നിട്ടും എൻ്റെ പെരപ്പണി തീരുന്നില്ലല്ലോ എന്ന് തോന്നും.
അള്ളാഹുവിനോട് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ശുക്ർ നിഅമത്തിനെ ഓർക്കല. പല്ലുവേദന ഉണ്ടായ അരമണിക്കൂറേ നമുക്ക് ഓർമ്മ വരുള്ളൂ. പറയുന്നത് ഹേയ് പഠിച്ചോനെ എന്തിനാ അങ്ങനെ അടങ്ങാറാക്കണത് റബ്ബേ, പല്ലുവേദന ആയിട്ട് വയ്യല്ലോ എന്ന് പറയും. നിഅമത്ത് ഓർമ്മ വരുന്നില്ല എന്നുള്ളത് നമ്മളെ വലിയൊരു പ്രശ്നമാണ്. അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്ക് നിഖമത്ത് ഓർമ്മ വരൂല, നിഅമത്ത് ഓർമ്മ വരും. മനസ്സിലായില്ലല്ലോ? ഒരു 25,000 രൂപ കിട്ടിയെന്ന് വിചാരിച്ചോ ചങ്ങായിമാരെ, വിചാരിച്ചോ? അതിന് ചിലവൊന്നുമില്ലല്ലോ, വിചാരിച്ചോളി. ഒരു 25,000 റുപ്യ കിട്ടി. എവിടുന്നാന്നറിയില്ല, ആരോ ഒരാൾ തന്നു, അല്ലെങ്കിൽ നൂലുമക്കൂടി എങ്ങനെ ഇറങ്ങിയിട്ട് വന്നപ്പോൾ നമ്മൾ മേടിച്ചു ഒരു 25,000 റുപ്യ. അറിയാത്ത വഴിയിലൂടെ 25,000 റുപ്യ കിട്ടി. അപ്പം നമ്മളിങ്ങനെ വിചാരിച്ചു 5,000 റുപ്യ സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കാൻ ബാക്കിയുണ്ട്. ആ ചങ്ങായി മിഞ്ഞാന്നും കൂടിയും ചോദിച്ചിട്ടുണ്ട്, ഇനി സാധനം വാങ്ങാൻ വരരുത് കായില്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, അപ്പോഴാണപ്പോൾ ഇത് കിട്ടിയത്, സന്തോഷമായി. അത് കൊടുക്കണം. പിന്നെ ഒരു 5,000 റുപ്യക്ക് കുട്ടികളെ കൂടിയും കൂട്ടിപ്പോയിങ്ങാണ്ട് തുണിഷാപ്പ് കയറിയിട്ട് പെണ്ണിനൊരു ചുരിദാർ വേണം, ചെറുക്കിനൊരു പാൻറ്റും ഷർട്ടും വേണം, ചെറിയ കുട്ടിക്ക് ഷൂസും സോക്സും വേണം, അങ്ങനെ കൂടി വാങ്ങിയാണ്ട് ഒരു 5,000 റുപ്യ അതും. ബാക്കി 15,000 റുപ്യക്ക് നല്ല ഐറ്റം ടൈൽസ് വാങ്ങിയിട്ട് സിറ്റ് ഔട്ട് ഒന്ന് ടൈലിടണം. ആദ്യം നമുക്ക് ടൈൽസ് നോക്കാൻ പോവുക. അങ്ങനെ 25,000 പോക്കറ്റിലും വെച്ചിട്ട് ടൈൽസ് നോക്കാൻ പോയി. നല്ല ടൈൽസൊക്കെ കണ്ട്, നല്ല വൈറ്റ് ടൈല് കണ്ട് നല്ല ഇഷ്ടപ്പെട്ട്, സിറ്റ് ഔട്ടിൽ അത്യാവശ്യം ഇടാൻ മാത്രമല്ല കണക്കൊക്കെ പറഞ്ഞ് അതിൻ്റെ അളവൊക്കെ കൊടുത്ത് കട്ട് ചെയ്യാനൊക്കെ പറഞ്ഞ് പെരയൊക്കെ കൊടുന്നു തരണം എന്നൊക്കെ പറഞ്ഞുങ്ങാണ്ട് ബില്ലൊക്കെ അടുപ്പിച്ച് കായ് കൊടുക്കാൻ കൈയിട്ട് നോക്കുമ്പോൾ അടിയിലൊരു ഓട്ട ടിം പൊയ്ക്കണം. അപ്പം എന്ത് പറയും? എന്താ ഇപ്പം കാട്ട, പടച്ചോൻ്റെ ഒരു വിധിയല്ലേ എന്ന് പറയും. ആ 25,000 റുപ്യ തന്നത് ആരെ വിധിയായിരുന്നു? ഗോപാലൻ നായരതോ? അത് ശരി, അത് പോയത് മാത്രം പടച്ചോൻ്റെ വിധിയായി. അത് തന്നത് ആരുടെ വിധിയായിരുന്നു? നമുക്കത് ഓർമ്മ വരുന്നില്ല. പോയത് മാത്രം ഓർമ്മ വന്നു. തന്നെ നമ്മളെ പ്രശ്നം. അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടണം. റബ്ബ് എന്ന് പറഞ്ഞാൽ നോക്കേണ്ടതിനെ നോക്കേണ്ടതുപോലെ നോക്കുന്നതിനാണ് റബ്ബ് എന്ന് പറയാ. എങ്ങനെയും നോക്കല് റബ്ബല്ല. രക്ഷിതാവിനെ വിളിക്കൂലേ നമ്മൾ? റബ്ബ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം രക്ഷിതാവ് എന്നാണ്. രക്ഷിതാവിനെ വിളിക്കൂലേ? കുട്ടി വേണ്ട കുരുത്തക്കേട് കാട്ടിയ സ്കൂളിൽ നിന്ന് എന്നാ എന്താ പറയാ? രക്ഷിതാവിനെ കൊടുന്നിട്ട് കയറിയാൽ മതി എന്ന്. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിക്കുന്ന ദാതാവ്. ഇവൻ എന്ത് നല്ലത് ചെയ്താലും ഏറ്റെടുക്കണം, ഇവൻ എന്ത് കുരുത്തക്കേട് കാട്ടിയാലും ഓനെ ഏറ്റെടുക്കണം. അതിനാണല്ലോ രക്ഷിതാവ് എന്ന് പറയാം. നല്ലത് റബീഉൽ അവ്വൽ 12 സ്റ്റേജിന്മ കയറിയിട്ട് നല്ല മാർക്ക് കിട്ടിയതിന് അവാർഡ് കിട്ടി. സർട്ടിഫിക്കറ്റും സ്വർണ്ണപ്പതക്കവും അതിൻ്റെ പുറമെ പ്ലാസ്റ്റിക്കിൻ്റെ ജഗ്ഗും കിട്ടി. കുട്ടി ഇങ്ങനെ വാങ്ങാൻ വേണ്ടി കയറുമ്പോൾ വാപ്പ സദസ്സിൽ അടുത്തുള്ള ആളോട് പറയും, എൻ്റെ ചെറുക്കനാണത്, മൂന്നാമത്തോൻ. എൻ്റെ മൂന്നാമത്തോനാ, നല്ല പഠിക്കും, ആളെല്ലാം ഉഷാറാ, കാണുമ്പോലെ ഒന്നല്ല. വേണമെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തുങ്ങാണ്ട് ഫേസ്ബുക്കിൽ ഇടും ചെയ്യും, ഒരടിക്കുറിപ്പോട് കൂടി ഇടും. അതേ ചങ്ങായി കുരുത്തക്കേട് കാട്ടിയിട്ട് അങ്ങാടിയിൽ നിന്ന് ആൾക്കാരടുത്ത് നിന്ന് അടി കിട്ടിയാൽ എന്ത് പറയും? ഓൻ്റെ കൂട്ടുകെട്ടൊക്കെ മോശമായതുകൊണ്ട് അങ്ങനെ ആയി എന്ന്. അല്ല, എൻ്റെ കുട്ടിയായതുകൊണ്ട് തന്നെ അടി കിട്ടിയത്. സമ്മാനം വാങ്ങിയത് എൻ്റെ കുട്ടിയായത് കൊണ്ടാണെങ്കിൽ അടി കിട്ടിയതും എൻ്റെ കുട്ടിയായത് കൊണ്ട് തന്നെയാണ് എന്ന് സമ്മതിക്കുന്നവനാണ് രക്ഷിതാവ്. ഓനോട് വരാനാ പറയാ സ്കൂൾക്ക്, രക്ഷിതാവിനോട്, മറ്റോനോടല്ല. അത് ശരി. അള്ളാഹു റബ്ബാണ് എന്നത് ഒരാൾക്ക് ബോധ്യപ്പെടണം. എന്താ റബ്ബ് പറഞ്ഞാൽ? നോക്കേണ്ടതുപോലെ നോക്കുന്നവൻ. നോക്കേണ്ട മാതിരി നോക്കുക. എല്ലാ സാധനങ്ങളെയും അള്ളാഹു അങ്ങനെയാണ് നോക്കേണ്ട മാതിരി നോക്കുന്നത്. 10,000 ഉറുമ്പുകളുള്ള ഒരു ഉറുമ്പിൻ്റെ വരി ഇങ്ങനെ വരുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഓരോ ഉറുമ്പിനെയും വെവ്വേറെ നോക്കുന്നവനാണ് അല്ലാഹു തആല. 1/2 കിലോ പഞ്ചാരൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ എങ്ങനെ വെച്ചാൽ ഒരു ചൊളിന്നല്ല, പിന്നെ ഓരോ ഉറുമ്പിനും വേറെ വേറെ കൊടുക്കുന്നവനാണ് അല്ലാഹു തആല. അതാണ് റബ്ബ് പറഞ്ഞാൽ. ഞാൻ അങ്ങനെ വതറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ.
ഇന്ന മൊത്തത്തിൽ ഇളക്കല്ല അള്ളാഹു തആല. എൻ്റെ കൈ വേറെ ചലിപ്പിക്കുന്നു, കാല് വേറെ ചലിപ്പിക്കുന്നു, കണ്ണുകളെ വേറെ ചലിപ്പിക്കുന്നു, കൈകളെ കാലുകളെ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തെ വേറെ തന്നെ അവൻ മിടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് റബ്ബ്. നോക്കേണ്ടതുപോലെ നോക്കുക. അപ്പോൾ എൻ്റെ പെരപ്പണി തീരാൻ സമയമാകുമ്പോൾ അവൻ തീർത്തു തരും. തീരാൻ സമയമായിട്ടില്ലയോ അവൻ തീർക്കണ്ടാന്ന് വെക്കും. അതാണ് റബ്ബ്. അതിലൊരാൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഓന് ദീനിൻ്റെ രസം കിട്ടും. ഓനാണ് ഇസ്ലാം ദീനിൻ്റെ രസം കിട്ടുക, അല്ലാതൊരു കിട്ടൂല. മൻ റളിയ ബില്ലാഹി റബ്ബാ, അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെട്ടാൽ ഈമാനിൻ്റെ രസം കിട്ടും. സഹീഹുൽ ബുഖാരിയിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു ബാബു ഹലാവത്തുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈമാൻ്റെ മധുരത്തെക്കുറിച്ച് പറയുന്ന പാഠം. ഈമാൻ വലിയ മധുരമുള്ളതാണ്. 3 അടിസ്ഥാനം മനസ്സിലാക്കണം, എന്നാലേ മധുരം കിട്ടുള്ളൂ. ഒന്ന്, അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടണം. രണ്ടാമത്തേത്, ഒബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായിട്ട് ഇഷ്ടപ്പെടണം.